മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യം. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നു. സ്വർഗത്തിൻ്റെ കരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വചനം പറയുക. അവർ ഇടയനില്ലാത്ത ഒരവസ്ഥയിലാണ്. ഇടയനില്ലാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അവർ പരിഭ്രാന്തരാകും. 2, അവർ നിസ്സഹായരാകും. ഇതാണ് പ്രത്യേകത. സ്നേഹമുള്ള, സ്വർഗത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പരിഭ്രാന്തി ഉണ്ടാക്കും. നമ്മൾ നമ്മുടെ സ്വന്തം നിലം മറന്നു പ്രവർത്തിക്കും. 2, ഒരു നിസ്സഹായ അവസ്ഥ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളുക, സ്വർഗം നിന്നെ കൈവിട്ട അനുഭവത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടപ്പോൾ, ഇങ്ങനെയുള്ള ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അനുകമ്പ തോന്നി. സ്വർഗത്തിൻ്റെ കരം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് നിന്നോടുള്ള ഭാവത്തിൻ്റെ പേരാണ് അനുകമ്പ. കർത്താവേ, സ്വർഗത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഞാൻ. പരിഭ്രാന്തി എൻ്റെ ജീവിതം ചുറ്റും നിൽക്കുന്നു. പക്ഷേ മുൻപോട്ട് പോകാൻ എനിക്ക് കെൽപ്പില്ല. എന്നെ സഹായിക്കണമേ, കരുണ തോന്നണമേ എന്ന് പറയും. ഈ വചനം ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. കരുണ തോന്നി നിന്നെ ദൈവം ചേർത്ത് പിടിക്കട്ടെ. ഈ വചനം ജീവിതത്തിൽ മാംസം ധരിക്കാൻ സ്വർഗം കൃപ ഒഴിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്റെ മുറികളിൽ, നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ഇടപെടൽ സമ്മാനിക്കുമെന്നത് ഉറപ്പാണ്. വിശ്വാസത്തോടെ ഈ വചനത്തെ സ്വീകരിക്കാം. ആമേൻ.